ജനാർദ്ദനക്കുറുപ്പാണ്. നമ്മൾ വാശിയോഗം തന്നെ തുടരാം. ചന്ദ്രരേഖ 200 എന്നുള്ള ശ്രീ ഗോരഖ്നാഥ് സിദ്ധൻ്റെ ഗ്രന്ഥത്തിലെ 31-ാമത്തെ ശ്ലോകത്തെ പറ്റിയാണ്. വടമുഖമായാതന എന്നുള്ള തുടങ്ങിയിട്ട് വടക്ക് മുഖമായിട്ട് ഒരു ധ്യാനാസനത്തിലിരുന്ന് ശരീരത്തെ കുനിയാതെ നേരെ നിർത്താം. ഉടൽ, തല, കൈകാൽ എല്ലാം അനക്കാതെ മല പോലെ ശരിയായി ഇരുന്ന് ധ്യാനം ചെയ്യണം. തലയും നട്ടലും ഒറ്റ ലൈനിലിരിക്കണം, തനി വെർട്ടിക്കലായിട്ട്. ഇരു കണ്ണുകളും മൂടി ചന്ദ്ര സൂര്യകലകളിൽ ക്രമം തെറ്റാതെ വാശിയേറ്റി ഇറക്കി യോഗ്യാഭ്യാസം ചെയ്യാം. അതായത് മൂലാധാരത്തിൽ നിന്നും ഇടയിൽ കൂടെ വാശി വാന്നിങ്ങനെ എടുത്ത് നട്ടലുള്ളിൽ കൂടെ വന്ന് ആജ്ഞയിൽ വെച്ച് വീണ്ടും എന്ന് പറഞ്ഞിട്ട് ഇടയിൽ കൂടെ തന്നെ താഴെ മൂലാധാരത്തിൽ കൊണ്ടുപോയി പൂർണ്ണമായിട്ടും കളയാം. അങ്ങനെ ചെയ്ത് പിന്നീട് 10 തവണ 20 തവണ അല്ലെങ്കിൽ 30 തവണ ചെയ്ത് വീണ്ടും സൂര്യകലയിൽ കൂടെ പിംഗല നാടി കൂടെ വാശിയെ ഏറ്റിയിറക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ അനേകം തവണ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിൽ വരും. അതിന് വാശിലയം എന്ന് പറയും. അങ്ങനെ ആ അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിൽ നിറയിൽ ശിവനിലേക്ക് നോക്കിയിട്ട് ഇരിക്കണം. അങ്ങനെ അനങ്ങാതിരുന്ന് സാധനം ചെയ്ത ശേഷം വാശിയെ സൂര്യകലയിൽ മാറി മൂലാധാരത്തിൽ ഇറങ്ങി ഇരുന്ന് കുണ്ടലിനി ശക്തിയെ മൂലബന്ധം ചെയ്ത് മേലേറ്റണം. സൂര്യകലയിൽ മൂലാധാരത്തിൽ നിന്ന് സൂര്യകലയിലെടുത്ത് നെറ്റിയിൽ വയ്ക്കാം, അല്ലെങ്കിൽ നിറയിൽ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് മൂലാധാരത്തിൽ കളയാം. അത് കഴിഞ്ഞിട്ട് കുണ്ടലിനിയിലെ മൂലബന്ധം ചെയ്ത് നിറയിൽ കൊണ്ടുപോകണം. അത് പിന്നെ ഇടാപ്പിംഗള സുഷുമ്നെ കൂടെ ആയിരിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ശരീരം വജ്രദേഹമാവും. പിന്നീട് ആ വാശിയെ ചന്ദ്രകലയിലേറ്റ് ഉണ്ണാക്കിൽ വെച്ച് ഊതി ശരീരം, അത് ഭയങ്കര ഫോഴ്സിലാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് ഒരു 500 തവണ 1000 തവണ ചെയ്താൽ ശരീരത്തിലെ അഴുക്കുകളും രോഗങ്ങളൊക്കെ മാറും. അഴുക്കുകളൊക്കെ ഊതിക്കളയണം. വാ എന്ന് പറഞ്ഞെടുത്ത് എന്ന് പറഞ്ഞ് ഭയങ്കര ഫോഴ്സിലെടുത്ത് കളയും. അപ്പോൾ അതോടൊക്കെ തന്നെ സർവ്വബാധകളും ആഭിചാരദോഷങ്ങളും സർവ്വതും അതോടുകൂടി തന്നെ പോകും. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം സൂര്യകലയിൽ കൂടെയാണ് വാശീനെ ചെയ്യണത്. ഇട നാടി കൂടെ സൂര്യകലകൾ ആദ്യം ചന്ദ്രകലയിൽ കൂടി എടുക്കണം. ഇടാനാടി. പിന്നെ 100-200 തവണ ചെയ്തതിന് ശേഷം സൂര്യകലയിൽ കൂടി എടുക്കണം, പിംഗല നാടി. അതിനുശേഷം അങ്ങനത്തെ ഒരവസ്ഥയിൽ ഒരു വാശിലയം വരുമ്പോൾ നമ്മൾ നിറയിൽ നോക്കിയിട്ടിരിക്കണം. അവിടെ ശിവനെ കാണാൻ ശ്രമിക്കണം. പിന്നെയാണ് കുണ്ടലിനി ശക്തി കൊണ്ട് മൂലബന്ധം ചെയ്ത് അശ്വിനി മുദ്ര, വജ്രോളി മുദ്ര രണ്ടും ചെയ്ത് കയറ്റണം. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മഹാമുദ്രയിലും ചെയ്യാം, മഹാബന്ധത്തിലും ചെയ്യാം. അങ്ങനെ മുകളിലേക്ക് കയറ്റണം. അതാണ് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞത്. ശരി.